രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. കൊച്ചി നഗരം പാതി മയക്കത്തിലാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ ഐസക് ജോൺ തന്റെ മേശപ്പുറത്തിരിക്കുന്ന 3 ഫയലുകളിലേക്ക് മാറി മാറി നോക്കുകയായിരുന്നു. ജനലിലൂടെ പുറത്തെ തണുത്ത കാറ്റ് അകത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഐസക്കിന്റെ മനസ്സിൽ ഒരു വല്ലാത്ത പുകച്ചിലായിരുന്നു. പുറമേ കാണുന്നത് പോലെ അത്ര ലളിതമല്ല ഈ കേസുകളൊന്നും എന്ന് അയാളുടെ മനസ്സ് പണ്ടേ മന്ത്രിച്ചു തുടങ്ങിയിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ നടന്ന 3 മരണങ്ങൾ. ഒന്ന് ആത്മഹത്യ, ഒന്ന് കവർച്ചയ്ക്കിടയിലുള്ള കൊലപാതകം, മൂന്നാമത്തേത് ഒരു സാധാരണ റോഡപകടം. ഈ 3ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുമെന്ന് സാധാരണഗതിയിൽ ആരും ചിന്തിക്കില്ല. പക്ഷേ ഐസക്കിനെ അലട്ടുന്നത് മറ്റൊന്നാണ്. ആദ്യത്തെ മരണം ഒരു പ്രമുഖ ബിസിനസ്സുകാരൻ്റേതായിരുന്നു. തന്റെ ആഡംബര ഫ്ളാറ്റിലെ ഫാനിൽ തൂങ്ങിമരിച്ച നിലയിലാണ് അയാളെ കണ്ടെത്തിയത്. വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ബിസിനസ്സിലെ തകർച്ച കാരണം ജീവനൊടുക്കി എന്ന നിഗമനത്തിൽ എല്ലാവരും ആ ഫയൽ ക്ലോസ് ചെയ്യാൻ ഒരുങ്ങിയതാണ്. പക്ഷെ ഐസക് ആ മുറി പരിശോധിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ മുറിയിലെ മേശപ്പുറത്ത് വളരെ വൃത്തിയായി മടക്കിവെച്ച ഒരു വെളുത്ത കടലാസ് കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു. ഒന്നും എഴുതാത്ത തികച്ചും പ്ലെയിനായ ഒരു പേപ്പർ. എന്തിനായിരിക്കും ഒരാൾ മരിക്കുന്നതിന് തൊട്ടുമുൻപ് ഇങ്ങനെ ഒരു പേപ്പർ അവിടെ വെച്ചത്? അടുത്ത 5 ദിവസത്തിനുള്ളിലാണ് രണ്ടാമത്തെ സംഭവം നടക്കുന്നത്. നഗരത്തിന് അല്പം മാറി താമസിക്കുന്ന ഒരു വീട്ടമ്മ സ്വന്തം വീടിനുള്ളിൽ കൊല്ലപ്പെടുന്നു. മാലയും വളകളുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പക്കാ റോബറി മർഡർ. വീടിന്റെ പിൻവാതിൽ തകർത്താണ് അക്രമി അകത്തു കയറിയത്. പക്ഷേ ഐസക്കിനെ അത്ഭുതപ്പെടുത്തിയത് അവിടെയും ആ മടക്കിവെച്ച വെള്ളക്കടലാസ് ഉണ്ടായിരുന്നു എന്നതാണ്. കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൃതദേഹത്തിന് തൊട്ടടുത്ത് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ആ കടലാസ് ഇരിപ്പുണ്ടായിരുന്നു. ഐസക് ആ പേപ്പർ വിരലടയാള പരിശോധനയ്ക്ക് അയച്ചു. ഫലം വന്നപ്പോൾ അതിൽ ഒരൊറ്റ വിരലടയാളം പോലുമില്ല. വെറുമൊരു ശൂന്യമായ കടലാസ്. മൂന്നാമത്തെ മരണം ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്റേതായിരുന്നു. പുലർച്ചെ നടക്കാനിറങ്ങിയ അദ്ദേഹത്തെ അമിതവേഗത്തിൽ വന്ന ഒരു വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. ഡ്രൈവർ വണ്ടി നിർത്താതെ പോയി. അതൊരു ഹിറ്റ് ആൻഡ് റൺ കേസ് മാത്രമായി ഒതുങ്ങേണ്ടതായിരുന്നു. പക്ഷേ സംഭവസ്ഥലം പരിശോധിച്ച ഐസക്കിന്റെ കണ്ണുകൾ ഉടക്കിയത് റോഡരികിലെ ഒരു കല്ലിന് മുകളിൽ അമർത്തിവെച്ചിരുന്ന അതേ വെള്ളക്കടലാസിലാണ്. അപ്പോഴാണ് ഐസക്കിന് ഉറപ്പായത് ഇത് യാദൃച്ഛികമല്ല, ഇതൊരു പാറ്റേൺ ആണ്. ആരോ കൃത്യമായ പ്ലാനിങ്ങിലൂടെ നടപ്പിലാക്കുന്ന കൊലപാതകങ്ങൾ. ഒരേ ആൾ തന്നെയാണ് ഇതിന് പിന്നിലെന്നുറപ്പിക്കാൻ ഐസക് ആ 3 പേരുടെയും ഫോൺ രേഖകൾ പരിശോധിക്കാൻ ഉത്തരവിട്ടു. പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തുവന്നു. മരിക്കുന്നതിന് കൃത്യം 24 മണിക്കൂർ മുൻപ് ഈ 3 പേർക്കും ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് ഫോൺ കോൾ വന്നിട്ടുണ്ട്. ഇന്റർനെറ്റ് വഴി ചെയ്ത കോളുകളായതുകൊണ്ട് പെട്ടെന്ന് ഉറവിടം കണ്ടെത്താൻ പ്രയാസമായിരുന്നു. ഐസക് ആ പഴയ ഫയലുകളിലേക്ക് മടങ്ങിപ്പോയി. ഈ 3 പേരും തമ്മിൽ മുൻപെപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? അവർക്കിടയിൽ എന്തെങ്കിലും സാമ്യതകളുണ്ടോ? അന്വേഷണം ചെന്നെത്തിയത് 15 വർഷം പഴക്കമുള്ള ഒരു കേസിലാണ്. അതൊരു പഴയ കൊലപാതക കേസായിരുന്നു. ആ കേസിൽ സാക്ഷ്യം പറയാൻ കോടതിയിലെത്തിയവരായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട ഈ 3 പേരും. അവരുടെ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ഒരു യുവാവ് ശിക്ഷിക്കപ്പെട്ടത്. മോഷണശ്രമത്തിനിടയിൽ ഒരാളെ കൊന്നു എന്നതായിരുന്നു അവനുമേൽ ചുമത്തിയ കുറ്റം. പിന്നീട് ജയിലിനുള്ളിൽ വെച്ച് ആ യുവാവ് മരിച്ചു. അതോടെ ആ ഫയൽ എല്ലാവരും മറന്നു. പക്ഷേ ഐസക്കിന് തോന്നി ആ പഴയ കേസിന് ഈ കൊലപാതകങ്ങളുമായി ആഴത്തിലുള്ള എന്തോ ബന്ധമുണ്ട്. പ്രതികാരം ചെയ്യാൻ ആരെങ്കിലും തിരിച്ചു വന്നതാണോ? ഐസക് ആ 3 സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ വെള്ളക്കടലാസുകൾ വീണ്ടും പരിശോധിച്ചു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ പേപ്പറിൽ വളരെ നേരിയ ചില അടയാളങ്ങൾ കാണാം. അതൊരു സാധാരണ പേപ്പർ അല്ല എന്ന് അയാൾക്ക് തോന്നി. ഐസക് അത് തന്റെ വിശ്വസ്തനായ ഒരു ഫോറൻസിക് വിദഗ്ധന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് ആ സത്യം പുറത്തു വന്നത്. അതൊരു വെറും കടലാസല്ല, അത് കോടതികളിൽ ഉപയോഗിക്കുന്ന സ്റ്റെനോഗ്രാഫി ഷോർട്ട് ഹാൻഡ് ഷീറ്റാണ്. സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ കോടതി നടപടികൾ ടൈപ്പ് ചെയ്യുന്ന ഒരാൾക്ക് അത് തിരിച്ചറിയാൻ എളുപ്പമാണ്. ഐസക്കിന്റെ മനസ്സിൽ ഒരു മിന്നൽ പിണർപ്പാഞ്ഞു. കൊലയാളി കോടതിയുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അന്വേഷണം നീണ്ടത് ആ കോടതിയിലെ പഴയ സ്റ്റെനോഗ്രാഫർ മാധവനിലേക്കാണ്. റിട്ടയർമെന്റിനോട് അടുത്തു നിൽക്കുന്ന വളരെ നിശബ്ദനായ, ആരോടും അധികം സംസാരിക്കാത്ത ഒരു മനുഷ്യൻ. ആരും സംശയിക്കാത്ത ഒരു പാവം ഉദ്യോഗസ്ഥൻ. മാധവന്റെ ഭൂതകാലം ചികഞ്ഞപ്പോൾ ഐസക് ആ സത്യം കണ്ടെത്തി. 15 വർഷം മുൻപ് ജയിലിൽ വെച്ച് മരിച്ച ആ യുവാവ് മാധവന്റെ ഏക മകനായിരുന്നു. മകന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മാധവൻ അന്ന് ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ 3 പേരുടെ കള്ളസാക്ഷ്യം അവനെ ജയിലിഴകൾക്കുള്ളിലാക്കി. തന്റെ മകന്റെ ജീവിതം തകർത്തവരോട് പക വീട്ടാൻ മാധവൻ 15 വർഷം കാത്തിരുന്നു. ഓരോരുത്തരെയും ഓരോ രീതിയിൽ അയാൾ ഇല്ലായ്മ ചെയ്തു. ഒരാളെ ആത്മഹത്യയിലേക്ക് നയിച്ചു, മറ്റൊരാളെ മോഷണശ്രമത്തിനിടയിൽ കൊന്നു, മൂന്നാമത്തെയാളെ റോഡപകടത്തിൽ തീർത്തു. ഒരേ കൊലയാളിയാണെന്ന് ആരും സംശയിക്കാതിരിക്കാൻ അയാൾ പ്രയോഗിച്ച തന്ത്രങ്ങൾ അതിശയിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ ആ ശൂന്യമായ സ്റ്റെനോഗ്രാഫി ഷീറ്റുകൾ അയാൾ ഓരോ സ്ഥലത്തും വെച്ചത് തന്റെ പ്രതിഷേധമായിരുന്നു. കോടതി മുറിയിൽ ഇരുന്നുകൊണ്ട് താൻ കേട്ട കള്ളത്തരങ്ങൾക്കെതിരെയുള്ള നിശബ്ദമായ പ്രതിഷേധം. ഐസക് മാധവനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ എല്ലാം സമ്മതിച്ചു. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അയാൾ തന്റെ പ്രവൃത്തികളെ ന്യായീകരിച്ചു. എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല സാർ,
അവനെ അവർ ചേർന്ന് ചതിച്ചതാണ്, മാധവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഐസക്കിന്റെ അന്വേഷണം അവിടെയും അവസാനിച്ചില്ല. ആ പഴയ കേസ് ഫയലുകൾ വീണ്ടും പഠിച്ച ഐസക് ഒരു ഭയാനകമായ സത്യം തിരിച്ചറിഞ്ഞു. ആ യുവാവ് സത്യത്തിൽ നിരപരാധിയായിരുന്നില്ല, അയാൾ കുറ്റക്കാരൻ തന്നെയായിരുന്നു എന്നതിന് മാധവൻ കാണാത്ത ചില തെളിവുകൾ ആ പഴയ ഫയലിലുണ്ടായിരുന്നു. തന്റെ മകൻ തെറ്റുകാരനല്ലെന്ന അന്ധമായ വിശ്വാസത്തിൽ മാധവൻ കൊന്നുതള്ളിയത് ഒരുപക്ഷെ സത്യം പറഞ്ഞ 3 മനുഷ്യരെയായിരുന്നു. മാധവൻ ചെയ്തത് പ്രതികാരമായിരുന്നോ അതോ മറ്റൊരു അനീതിയായിരുന്നു? ഐസക് ജോൺ തന്റെ കസേരയിലേക്ക് ചായഞ്ഞിരുന്നു. കോടതി വിധികൾക്കും നിയമങ്ങൾക്കും അപ്പുറം മനുഷ്യന്റെ വികാരങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് അയാൾ ചിന്തിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ ആ കോടതി ഷീറ്റുകൾ ഇപ്പോഴും എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് പോലെ അയാൾക്ക് തോന്നി. നീതി നടപ്പിലാക്കിയെന്ന് വിശ്വസിക്കുന്ന മാധവൻ ഇപ്പോൾ അഴിക്കുള്ളിലാണ്. പക്ഷെ അദ്ദേഹം ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ ബാക്കിയാവുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റുകളിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു കേസുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.